അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഉണ്ടാക്കിയത് നമ്മളെ കടയിലേക്ക് കറണ്ട് പോയ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ലൈറ്റ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത് നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ നല്ല വെളിച്ചമുണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ലൈറ്റ് ഇതാ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്, ചാർജിലിട്ട് വെച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഇങ്ങനെ ചാർജിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പകൽ തന്നെ നല്ല വെളിച്ചമുണ്ട്. നമ്മളിതിൽ പിന്നെ LED സ്ട്രിപ്പാണ് വെച്ചിട്ടുള്ളത്. LED സ്ട്രിപ്പ് വെച്ചതിനെ കൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഒരുപാട് ടൈം കിട്ടുകയും ചെയ്യും. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ചൂടാവുകയില്ല. പിന്നെ നല്ല വെളിച്ചം ഉണ്ടാവും. LED ആകുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നല്ല ടൈമും കിട്ടും. നമ്മൾ ഈ ലൈറ്റ് എടുത്ത് കാണിക്കാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കും നമ്മളിത് വീഡിയോന് മാത്രമായിട്ട് പിന്നെ വെറുതെ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് അല്ല ഉണ്ടാക്കുന്നതാണെന്ന്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, നമ്മളിത് സ്ഥിരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെ ഏകദേശം ഒരു മാസമാകാനായിരുന്നു എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ടൈം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മച്ചൻ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു ചെറിയ ടൈറ്റർ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ പരിപാടിക്കെല്ലാം എടുക്കുന്നൊരു ചെറിയ ടൈറ്റർ. അപ്പോൾ ഇതിൻ്റെ ഗിയറിലിങ്ങനെ സ്ലിപ്പായിട്ടല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാറ്ററി വെച്ചിട്ട് ഈ ഒരു നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ അകത്ത് ഇത് പോയ ട്യൂബ് ലൈറ്റാണ്. അപ്പോൾ ഈ ട്യൂബ് ലൈറ്റിൻ്റെ അകത്തേക്ക് നമ്മളൊരു അടിപൊളി എമർജൻസി സെറ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നമുക്ക് വെള്ളടിക്കും കൊണ്ടുപോയി കൊളുത്തിയിട്ട് ലൈറ്റ് കത്തിക്കേണ്ട ഒരു എമർജൻസി സെറ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ അടുത്ത വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വിചാരിക്കുന്നത് ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കണം, ഇത് ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിട്ട്. പക്ഷേ നമുക്ക് ഭയങ്കര തിരക്ക് കാരണം ഒന്നും പറ്റിയില്ല. കടയിലെല്ലാം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോ ഭയങ്കര സ്ലോ ആണ്. ഇടയ്ക്കിടെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ. എന്നാലും മാക്സിമം നമ്മൾ നോക്കിയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഷോപ്പിലേക്ക് പോയിട്ട് ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് പോയിട്ട് ചെയ്യാമെന്നല്ല വിചാരിച്ചത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് ലീവാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ സെറ്റപ്പെല്ലാം ചെയ്തിട്ട് അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. മുമ്പേ ഞാൻ ഇലക്ട്രോണിക്സ് ചെയ്തതുകൊണ്ട് തന്നെ വീട്ടിലൊരു വക പിന്നെ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ബാറ്ററി ഊരിയെടുക്കുക. ബാറ്ററി ഊരിയെടുത്ത് നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഏകദേശം ഇത്രയാണ് നമ്മളെ LED സ്ട്രിപ്പ്. നമ്മളൊരു ചെറിയ പീസ് സ്ട്രിപ്പ് വാങ്ങിക്കുമായിരുന്നത്. ഇത് നല്ല വെളിച്ചമുള്ള സ്ട്രിപ്പാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തടുത്ത് LED ഉള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്. അപ്പം നമ്മൾ ഈ LED സ്ട്രിപ്പിൻ്റെ അളവിൽ, ഇത് 12 വോൾട്ടിൻ്റെ LED സ്ട്രിപ്പാണ്. നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ അളവിൽ നമുക്കിവിടെ വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഈ ട്യൂബ് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് ഇവിടുന്ന് മുറിക്കണം. ഇത് ആക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പിന്നെ LED കയറ്റണം. അതിനിടയിൽ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ഒരു പോർഷൻ നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻഡ് ക്യാപ്പ് ഒന്ന് അഴിച്ചെടുക്കണം. രണ്ട് സൈഡിലുള്ള എൻഡ് ക്യാപ്പ് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ നമുക്ക് ഈ LED ബൾബ് കയറ്റി വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ആ കറക്റ്റ് ഇതിന് പശ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഒട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വെച്ചൊന്ന് കയറ്റിയിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. ഇത് ഇതിനോട് ചേർന്ന് നിന്നാൽ, ആ പ്ലേറ്റിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ലൈറ്റ് ഉണ്ടാവില്ല. ഫ്രണ്ടിലെ ഈ ഭാഗമായിട്ട് പിന്നെ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ലൈറ്റ് വെളിച്ചം ക്ലിയറായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഈ ഒരു പോർഷനിലേക്ക് തന്നെ ഒട്ടിച്ച് വെക്കണം. നല്ല വശയുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നല്ല കണ്ടീഷനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ സൈഡൊന്ന് കറക്റ്റ് അടച്ചു കൊടുക്കാം. ഈ സൈഡ് അടച്ചു. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡാണ്. അതിനിടെ നമുക്കതൊന്ന് ബാറ്ററി വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൊടുത്ത് നമുക്ക് നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ ബാറ്ററിയിലേക്കൊന്ന് സെറ്റ് ചെയ്യണം. എന്നാലും മാത്രമേ നമുക്കത് തൂക്കി നടക്കാനും എല്ലാം പറ്റുള്ളൂ.
അപ്പോൾ നമുക്കിത് ബാറ്ററിയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ബാറ്ററിയിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൽ ചെറിയൊരു സ്വിച്ച് കൊടുക്കണം. കാരണം നമുക്കിത് ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു സ്വിച്ച് കൊടുക്കണം. ആ സ്വിച്ച് നമുക്ക് ഈ ഒരു പഴയ നമ്മളെ ഒരു എമർജൻസീൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് നമുക്ക് അഴിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് ഒരുപാട് ചെറിയ സ്വിച്ച് ഉണ്ട്, 1-2 പോയതാണ്, പക്ഷേ ഇത് നല്ല സ്വിച്ചാണ്. നമുക്ക് ഈ ഒരു സ്വിച്ച് അഴിച്ചെടുക്കണം. നമുക്ക് അപ്പോൾ നമുക്ക് ഒരു ചെറിയ സ്വിച്ച് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതിൽ 2 വയറും ഉണ്ട്, അതുകൊണ്ട് വയർ സോൾഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നല്ല അടിപൊളി സ്വിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഈ സ്വിച്ച് നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് ഈ സ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്വിച്ചിൻ്റെത് ഏകദേശം ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിനി ഈ ഒരു പോർഷൻ സ്വിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ കത്തി എടുത്തിട്ട് ഇത് ഒന്ന് തൽക്കാലം ചൂടാക്കിയിട്ട് ഈ ഒരു സ്വിച്ചിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എഴുതി വെച്ച് കത്തിച്ച് ചൂടാക്കുമെന്ന്. ഇതിനെ കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ചൂടാക്കിയിട്ട് കറക്റ്റായിട്ട് ഹോൾസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതൊന്ന് ഇവിടെ കുത്തി നോക്കട്ടെ. നമ്മളിത് വീട്ടിൽ നിന്ന് തന്നെ തട്ടിക്കൂട്ടിയിട്ട് ആക്കുന്നതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് നേരെ കുറച്ച് അയണെല്ലാം ഓണാക്കിയിട്ട് ആക്കുന്നതെങ്കിൽ പെട്ടെന്ന് ചൂടാക്കിയിട്ട് ഇത് ഉരുക്കിയിട്ട് ആക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ മെഴുതിരി വെച്ച് പിശാക്കത്തിയും വെച്ചിട്ടാണ് മാക്സിമം നമ്മൾ എല്ലാം ചിലവ് കുറച്ചിട്ട് സിമ്പിളാക്കിയിട്ട് ആക്കേണ്ട ഒരു പരിപാടിയാണ് നമ്മളത്. അതുപോലെ തന്നെ നല്ല ഉപയോഗപ്രദമാവണം. കാരണം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു സ്റ്റെറിലൈസർ വെച്ചിട്ടൊരു എമർജൻസി ഉണ്ടാക്കി, ഒരു കുഞ്ഞൻ എമർജൻസി. അതിപ്പോൾ നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോൻ്റെ എൻഡിൽ നമ്മളത് കാണിക്കാം. അത് ആക്കിയതിന് ശേഷം അതിനോട് ഒരുപാട് ആൾക്കാർ അതേമാതിരി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. സാധനം കൊടുത്ത് നമ്മളെ സാധനങ്ങൾ വാങ്ങിയത് ഇങ്ങനെ എടുക്കാം. നമ്മൾ വീണ്ടും നമ്മളതിൻ്റെ ഒരുപാട് എണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് മുഴുവൻ നമ്മൾ പിന്നീട് ആവശ്യപ്രകാരം ഓരോരാൾ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ആക്രിക്കട കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അടിയുള്ള മുഴുവൻ സാധനങ്ങളും നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. ഹോൾസെല്ലാം എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ആ സ്ട്രിപ്പിൻ്റെ പോസിറ്റീവ് വയർ എടുത്തിട്ടുണ്ട്. ആ പോസിറ്റീവ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ ഒരു പോർഷനിലേക്ക് നമ്മൾ അത് കൊടുക്കണം. തൽക്കാലം നമ്മളിപ്പോൾ സോൾഡർ ചെയ്യുന്നില്ല, നമ്മളെ കയ്യിൽ ഇപ്പോൾ സോൾഡർ ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സോൾഡർ ചെയ്യുന്നില്ല. ഒന്ന് വർക്ക് ചെയ്യിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നേരെ ആ വയർ ഇതിൻ്റെ ഉള്ളിലോട്ട് എടുത്തിട്ട് മറ്റേ ഭാഗം നേരെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമുക്കിത് ഇവിടെ പ്രസ് ചെയ്ത് വെക്കാം. ഈ ഹോളിൽ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ സ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള 2 കണക്ഷനും വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ചാർജിങ് പോർഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് വയർ ഈ ഭാഗത്ത് വരുന്നിടത്ത് നമുക്ക് സാധനം ഇങ്ങനെ കുത്തി നിർത്തിച്ചിട്ട് നമുക്കിത് ഇവിടെ പോസിറ്റീവും ഈ സൈഡിലായിട്ട് പോസിറ്റീവും ഈ സൈഡിലായിട്ട് നെഗറ്റീവും വരുന്നത്. സംഭവം റെഡിയായി. അപ്പോൾ ഇനി നമുക്കിത് കണക്ഷൻ ചെയ്യണം. കണക്ഷൻ സോൾഡർ ചെയ്ത് വെക്കണം. നമ്മളെ കയ്യിൽ ഇപ്പോൾ സോൾഡറിങ് ആയണില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിൽ പോയതിന് ശേഷം നമ്മളിത് സോൾഡർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു കോലത്തിലാണ് സാധനം ഉണ്ടാവുക. നമുക്കിങ്ങനെ വെച്ച് നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇവിടെ ബാറ്ററിൻ്റെ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് ഇവിടെ നിൽക്കും. നമ്മളെ കയ്യിൽ ഇപ്പോൾ സോൾഡറിങ് ആണ്, നമ്മൾ വീട്ടിലായതുകൊണ്ട് വീട്ടിലെ പഴയ സോൾഡറിങ് ആണ് അന്വേഷിച്ചിട്ട് പരിധിയിട്ട് എവിടെയും കാണുന്നില്ല. അപ്പം നമുക്കിത് തൽക്കാലം സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ബാറ്ററി അഴിച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്കിത് വർക്ക് ചെയ്യിച്ചതിന് ശേഷം
എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഷോപ്പിൽ കൊണ്ട് അയച്ചിട്ട് നമുക്ക് സോൾഡർ ചെയ്യേണ്ട ഒരു പരിപാടി ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് അയച്ചിട്ട് നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഇത് ഇവിടെ ഒട്ടിക്കാനുണ്ട്. ഇത് ഇവിടെ പശയിട്ട് ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പിന്നീട് അത് അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇത് വയറുകളെല്ലാം സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്ററീൻ്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ഓരോ വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് എടുക്കണം. ഇതിൻ്റെ ഈ ഹോൾസ് വഴി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ബാറ്ററി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കും. അതിനുശേഷം ഇത് പോസിറ്റീവും നെഗറ്റീവും കൊടുത്ത് നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നീട് അത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നതായിരിക്കും. സ്ലീവെല്ലാം ഇട്ടിട്ട് സോൾഡർ ചെയ്തിട്ട് റെഡിയാക്കുന്നതായിരിക്കും. ഇത് നമ്മൾ തൽക്കാലം ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കറക്റ്റ് നല്ല ഭംഗിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചമുണ്ട്. നമ്മൾ കറണ്ട് വയർ ഇപ്പം തന്നെ നല്ല വെളിച്ചത്തിലാണുള്ളത്, എന്നാൽ തന്നെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഹോൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ചുമരിന് എവിടെയെങ്കിലും കൊളത്തി വെച്ച കറണ്ട് പോയ സമയത്ത് ചുമരിന് എവിടെയെങ്കിലും കൊളത്തി വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ ഇനി നമ്മൾ ഇവിടെ കുറച്ച് പശ ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് നല്ല കണ്ടീഷനായിട്ട് ഇവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ പഴയ സാധനങ്ങൾ, ആക്രി സാധനങ്ങളും വേസ്റ്റ് സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മളിത് ചെറിയ എമർജൻസി പൈസയൊന്നും ഇല്ലാണ്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ചെറിയ എമർജൻസി നമ്മളിവിടെ സെറ്റായിട്ടുണ്ട്. അതിൽ നമുക്ക് ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെ സോൾഡറിങ് ആണ് കാണാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വയറെല്ലാം കണക്ഷൻ കൊടുത്തിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതൊന്ന് കത്തിച്ച് കാണിക്കാം. ഇവിടെ ഈ സ്വിച്ചിൽ നല്ല ഭംഗിയായിട്ട് കത്തുന്നുണ്ട്. ഇത് അടിയിൽ ആ ബാറ്ററി അടിഭാഗത്തായതുകൊണ്ട് തന്നെ ശരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ഇനി പോരാണ്ട് ബാക്കിൽ ഇവിടെ നമ്മളൊരു ഹോൾസ് എടുത്തിട്ട് അത് ചുമരിനെ ഹാങ് ചെയ്യുന്ന വിധത്തിൽ പിന്നെ ഇവിടെ ഒരു ഹോൾസ് എടുക്കും. അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചുമരിൽ ആണി തറച്ചടിക്കോ എവിടെയെങ്കിലും നമുക്ക് കൊളത്തിയിടാം. നമുക്ക് ഇനി ഇതിൽ ചാർജ് ചെയ്യാൻ വേണ്ടി, ഇത് റീചാർജബിൾ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ ഒരു പിന്നെ പവർ സപ്ലൈ ഇതിനാവശ്യമുണ്ട്. നമുക്ക് ഈ പിന്നെ ഇത് ചാർജ് ചെയ്യുന്നത് തന്നെ നമ്മളെ ഇത് ടൈറ്റർ ചാർജ് ചെയ്യുന്നത് തന്നെ ഈ ചാർജറാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് നേരെ പണിയൊന്നുമില്ലതാ ഈ സൈഡിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇവിടെ കുത്തിയിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാം. ഏകദേശം ഒരു 2-3 മണിക്കൂറെല്ലാം കൊണ്ട് തന്നെ ഇത് ബാറ്ററി ഫുൾ ചാർജ് ആവും. നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂർ തന്നെ നമുക്ക് ഈ ബാറ്ററി ഇതിൻ്റെ അകത്ത് ലൈറ്റ് കത്താനുള്ള സാധ്യതയുണ്ട്. ഇത് ചെക്ക് ചെയ്ത് നോക്കിയില്ല, അത്ര ടൈം കിട്ടുന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയില്ല. നേരെ മറിച്ച് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ എമർജൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 മണിക്കൂറിന് മുന്നേ നമുക്ക് ആ പിന്നെ സ്റ്റെറിലൈസറിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു പിന്നെ എമർജൻസി നമുക്ക് 4 മണിക്കൂറോളം സമയം നല്ല വെളിച്ചം തന്നെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പം കടയിൽ അത്യാവശ്യം കറണ്ട് പോയ സമയത്തെല്ലാം ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കിത് ഹാങ് ചെയ്യുന്ന ചെറിയൊരു ഹോൾസ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ വീണ്ടും ഇത് ഒന്ന് കത്തിച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചിട്ട് ചൂടാക്കാം. ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചെറിയൊരു എമർജൻസി നല്ല വെളിച്ചത്തോട് കൂടിയിട്ടുള്ള ചെറിയൊരു എമർജൻസി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളിതിൻ്റെ പിറകിൽ തൂക്കിയിടാനുള്ളൊരു ഹോൾസും കൂടി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് തൂക്കിയിട്ടിട്ട് വയ്ക്കാം. അല്ലാകുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ തൂക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടെ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന നല്ല ഏരിയയാണ്. ഇവിടെ നല്ല ഇപ്പം തന്നെ പകലാന്ന് നിന്നിട്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ രാത്രി നല്ല വെളിച്ചമുണ്ടാവും. നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ എന്തായാലും ടൈം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.